ഹലോ, അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് മേജർ OTയിലേക്കാണ് കേട്ടോ. ഇന്നൊരു ഇംപ്ലാന്റ് റിമൂവൽ സർജറി ഉണ്ട്. OTയിൽ സർജനെ പോലെ തന്നെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ് അനസ്തീഷ്യൻ. ഇൻസിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് അനസ്തീഷ്യന് എല്ലാ കാര്യങ്ങളും നോക്കി സ്പൈനൽ കൊടുത്തിട്ടുണ്ടാവും, BP മോണിറ്ററിംഗ് ഒക്കെ ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു എക്സ്റേയിൽ കാണുന്ന ഇംപ്ലാന്റ്സ് ആണ് നമുക്ക് റിമൂവ് ചെയ്യേണ്ടത്. ആക്ച്വലി ഈ ഒരു ഇംപ്ലാന്റ് റിമൂവ് ചെയ്യാനുള്ള ടൈം ആയിട്ടില്ലായിരുന്നു, അഥവാ ഫ്രാക്ചറിന്റെ കംപ്ലീറ്റ് ഹീലിംഗ് നടന്നിട്ടില്ല. ബട്ട് അതിന് മുമ്പ് തന്നെ ഇൻഫെക്ഷൻ തുടങ്ങി. നമ്മൾ ആന്റിബയോട്ടിക്കും കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്തു. പക്ഷേ എങ്കിൽ ചില സമയത്ത് ബാക്ടീരിയ ആ ഒരു ഇംപ്ലാന്റിന്റെ മുകളിൽ ബയോഫിലിം ഫോം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഇംപ്ലാന്റ് റിമൂവ് ചെയ്യൽ മാത്രമേ സൊല്യൂഷൻ ആയിട്ടുള്ളൂ. അതാണ് ഇപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ഇംപ്ലാന്റ് റിമൂവ് ചെയ്യുന്നത്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും സ്ക്രൂ ഡ്രൈവർ വെച്ച് ഇങ്ങനെ തിരിക്കുന്നതാണോ സർജറി എന്നുള്ളത്. പക്ഷേങ്കിൽ നിങ്ങൾക്ക് ചെയ്യുമ്പോൾ അറിയാട്ടോ. അങ്ങനെ സർജറി ഒക്കെ വളരെ സക്സസ് ആയിട്ട് തന്നെ കഴിഞ്ഞു. മെയിനായിട്ട് ഞാൻ ഉറപ്പ് വരുത്തിയത് എല്ലാ സ്ക്രൂ എടുത്തിട്ടുണ്ടോ എന്നുള്ളതാണ്. കാരണം ഡോക്ടേഴ്സിന്റെ മിസ്റ്റേക്ക് കണ്ടുപിടിക്കാനാണ് ഇപ്പോൾ ലോകത്ത് മുഴുവൻ ആൾക്കാരും കാത്തിരിക്കുന്നത്. സ്കിന്നിന്റെ ഇൻസിഷൻ സ്കിൻ സ്റ്റാപ്ലർ ഉപയോഗിച്ചിട്ടായിരുന്നു നമ്മൾ ക്ലോസ് ചെയ്തിരുന്നത്. ഇങ്ങനെ ടോർണിക്കേറ്റ് ചെയ്ത് വെച്ചിട്ടായിരുന്നു നമ്മൾ കംപ്ലീറ്റ് ഈ ഒരു സർജറി ബ്ലഡ്ലെസ് ആക്കിയത്. ലെഗിൽ നമ്മൾ ഒരു സർജിക്കൽ ഡ്രെയിനും കൂടെ കണക്ട് ചെയ്തിരുന്നു. അങ്ങനെ സക്സസ് ആയിട്ട് പേഷ്യന്റിനെ വാർഡിലേക്ക് ഷിഫ്റ്റ് ആക്കി. ഈ ഒരു അവസരത്തിൽ ഏറ്റവും കടപ്പാട് എന്റെ സീനിയേഴ്സിനോടാണ് കേട്ടോ. ഈ ഒരു കേസ് അസിസ്റ്റ് ചെയ്യാൻ സമ്മതിച്ചത്.